ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. In the name of the Lord be glorified. വീണ്ടും ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank God for helping me stand in your midst this morning with His word. വിശ്വാസികളായ നാം പാപം ചെയ്യുന്നവരാണോ? We who are children of God, do we sin? നല്ല ചോദ്യം അല്ലേ? It's a good question, isn't it? തീർച്ചയായും ഒരു കാലത്ത് നമ്മളെല്ലാവരും പാപം ചെയ്ത് ജീവിച്ചവരായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ മക്കളാക്കി തീർത്ത് അവനെ ആരാധിക്കുന്ന ആരാധ്യ വർഗമാക്കി തീർത്തു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. There is no doubt that we in our lives at once in a time we were sinners, but God delivered us from that state. അതിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നതിനാണല്ലോ നാം ഇന്ന് ഈ ഹാളിലേക്ക് കടന്നു വന്നതും. And today morning we came together to thank and praise God for that matter. അങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നാം പാപം ചെയ്യുന്നവരോ എന്ന് വീണ്ടും ചോദിക്കുന്നത് എന്താ സഹോദരൻ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരിക്കാം. So you might think that we who have been delivered from our sins, what question is it to ask that do we sin? അങ്ങനെ ചോദിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു കാണാം. Maybe you can think, is there any validity to that question? തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. It is an important question. എന്നാൽ പാപപങ്കിലമായ ഈ ദുഷ്ടലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പാപ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പാപം ചെയ്യുവാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതിനും യാതൊരു സംശയമില്ല. And there is no doubt that we live in a fallen world and therefore we are prone to sin. നാം എല്ലാവരും അത്തരത്തിലുള്ളൊരു ചുറ്റുപാടിലായിരിക്കുന്നതിനാൽ നാം വളരെ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. And therefore since we live in such a world, we ought to be all the more conscious and alert. എന്നാൽ വിശ്വാസികളായ നാം പാപം ചെയ്യുന്നവരാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. The word of God is very clear that even believers, children of God, do sin. അല്പം ഞെട്ടൽ ഉളവാക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞത് എന്നൊരു പക്ഷേ നമ്മൾ ചിലർ ചിന്തിച്ചേക്കാം. Maybe some of you might be shocked to hear and understand that. ഒരുപക്ഷെ നാം ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഞാൻ കൊല ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷണം ചെയ്യുന്നില്ല, അതുപോലെയുള്ള ഹീന പ്രവൃത്തികൾ അല്ലെങ്കിൽ പാപങ്ങളിലൊന്നും ഞാൻ ഏർപ്പെടാറില്ല എന്ന് നാം പറഞ്ഞേക്കാം. Maybe you might think that I am not involved in any murdering any people nor stealing or any such kind of grievous sins. തീർച്ചയായും അതും സത്യമായിരിക്കും. And that is also true. എന്നാൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല. നമ്മൾ പാപം ചെയ്യുന്നവരാണോ? But that doesn't answer our question, do we sin? ആണോ? തീർച്ചയായിട്ടും തിരുവചനം അത് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. The word of God is very clear in answering that. Yes, we do. അതെ, അതിൻ്റെ ഉത്തരം നമുക്ക് 1 ശമൂവേൽ and the answer to that we see in the book of 1 Samuel. 1 ശമൂവേൽ 12-ാം അധ്യായം 23-ാം വാക്യം പരിശോധിച്ചാൽ നമുക്കത് കുറെ കൂടി വ്യക്തമാകും. 1 Samuel chapter 12 and verse 23. 1 Samuel chapter 12 and verse 23. Moreover, as for me, far be it from me that I should sin against the Lord in ceasing to pray for you, but I will teach you the good and the right way. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. Here it is saying like this: far be it from me that I should sin against the Lord if I do not pray for you and I teach you to go in the good and the right way. തീർച്ചയായും പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനാ രാഹിത്യം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. If you do not pray, that is a sin. നമുക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പാപവുമാണത്. Sin we can do it so fast. നമുക്ക് വേഗത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു പാപം അത്രേ. അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു പാപമാണ്. And forgetting to pray for someone is a sin that we can very easily and we quickly fall on. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് അത് നാം ദൈവത്തോട് ചെയ്യുന്ന പാപം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And here it is written, it is a sin that is done against God. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവ സഹോദരൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം ഒരു കാര്യം പറയുകയുണ്ടായി. Years back, a young brother, when he preached the word of God, he said something like this. നാം എല്ലാവരും ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. We all use WhatsApp. പ്രാർത്ഥനയുടെ റിക്വസ്റ്റ് ധാരാളമായി നമുക്ക് വാട്സപ്പിലൂടെ ഈ നാളുകളിൽ ലഭിക്കാറുണ്ട്. We get so many prayer requests on WhatsApp groups. നമ്മൾ അന്നേരം വേഗത്തിൽ ഒരു ഇമോജി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കൈ കൂപ്പുന്ന ഒരു ഇത് അങ്ങനെ വിടാറുണ്ട്. And most often as a response to that
we send an emoji of two hands എന്നാൽ folded in prayer. എന്നാൽ നാം ഒന്ന് ചിന്തിക്കേണ്ട, അങ്ങനെ ചെയ്യുമ്പോൾ നാം അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നീട് അതോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ടത് വളരെ But it ആവശ്യമാണ്. is good to question ourselves, are we just sending that emoji for the sake of it, or do we pray at that time or make it a reminder to ourselves to pray for that matter later? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ്. It is a very important thing to pray for other people. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന അനേകർ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ള ഒരു ധാരണയിലാണ് അവർ നമുക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥന റിക്വസ്റ്റ് ആവശ്യപ്പെടുന്നത്. When someone shares a matter of prayer, they assume and they think that those whom with this prayer matter is being shared, they will pray for him. തീർച്ചയായും നാം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നവരാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ചിലപ്പോൾ നാം അതിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. And therefore we are indebted to pray for these matters that are being shared with us. I am sure that most of us do, but this is just a reminder for those who forget. തിരുവചനം നമ്മളിപ്പോൾ വായിച്ചത് അത് നാം ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നാണ്. The word we read in 1 Samuel chapter 12 verse 23 reminds us that if you do not do so, it is a sin against God. ഇത് ശമൂവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്കവിടെ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. There is something that Samuel is instructing the children of Israel. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു വിപത്താണ് ഇത് എന്ന് ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. Just as a part of the introduction that I mentioned this. ഇന്നത്തെ എൻ്റെ മെസ്സേജ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. And today morning in the context of prayer is some of the thoughts that I want to share with you. നമുക്ക് പ്രാർത്ഥനയെ പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്ന ധാരാളം സംഗതികളുണ്ട്. We are often taught from this topic of the matter of prayer. അത് ഈ പ്രാർത്ഥനയോടുള്ള വിഷയത്തിൽ ധാരാളം മെസ്സേജുകൾ നമ്മൾ കേട്ട് നമ്മൾ ആവർത്തന വിരസത അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം ആയി പോകാനുള്ള സാധ്യതയുണ്ട്. And we have heard many messages, many sermons on this topic of prayer. എന്നാൽ വീണ്ടും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയതിനാണ് ഞാൻ ഈ വിഷയം വീണ്ടും എടുത്തത്. But I'm trusting in God that it would be good for us to be reminded of the same once. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, കാര്യത്തിൽ യാതൊരു സംശയമില്ല. There's no doubt that we all do pray. കാരണം നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം അതാണ്. Because that is something that our Lord has commanded us to do. നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. And the word of God teaches us to. പ്രാർത്ഥനയുള്ള വിഷയത്തിൽ ഈ വിഷയം ഞാൻ ഇതിനു മുമ്പും പല മെസ്സേജുകൾ തയ്യാറാക്കുമ്പോഴും എനിക്ക് നേരിടാത്ത ഒരു അനുഭവം ഈ മെസ്സേജിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. And when I was preparing for this message, I went through an experience that I had not undergone prior as I was preparing on this topic of prayer. നമുക്കറിയാം, സാത്താൻ വളരെ ശക്തനായി നമുക്ക് ചുറ്റും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. You know that Satan is working full time to bring the children of God to make them fall. വിശേഷിച്ച് സാത്താനെ പ്രാർത്ഥനയെ ഏറ്റവും അധികം സാത്താൻ വെറുക്കുന്ന ഒരു സംഗതിയാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. And one of the things that he hates the most is when the children of God come together to pray. ഈ വിഷയം തയ്യാറാക്കുവാൻ ശ്രമിച്ചപ്പോൾ പലവിധ തടസ്സങ്ങൾ എനിക്ക് നേരിടേണ്ടതായി വന്നു. And when I was preparing on this topic, there were a lot of hindrances that I could see as I was preparing for this topic. തീർച്ചയായും ഇത് സാത്താൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ ആണ്. And I am sure that these were things that were being brought up by Satan. ഇത് ഇവിടെ നാം വളരെ ജാഗരൂകരാകേണ്ട കാര്യമുണ്ട്. And therefore we ought to be very alert to this. നമുക്കറിയാം, നമ്മേക്കാൾ അധികം തിരുവചനത്തിൽ പ്രാപ്തിയും അറിവുള്ളവനാണ് സാത്താൻ. And we know that Satan actually knows the scripture more than us. അതിനാൽ ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ചില കാര്യങ്ങൾ അതുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. And I request your prayer as we together meditate upon this topic. സമയലിന്റെ പുസ്തകത്തിൽ നാം ഓർത്തതുപോലെ പാപം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്ന് നാം ചിന്തിക്കുന്നുണ്ടായി. And as you looked in the book of Samuel, if you do not pray for the matters that are shared, it is a sin against God. ആ വസ്തുത നമുക്ക് മറക്കാതിരിക്കാൻ നാം മറ്റുള്ളവർക്ക് വേണ്ടി സമയമെടുത്ത് തന്നെ പ്രാർത്ഥിക്കാം. And not to fall in that sin, we ought to take time out to pray for them. തീർച്ചയായും നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം നമ്മെക്കുറിച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാം ചെയ്യുന്നില്ല എങ്കിൽ അത് പാപമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. And there is no doubt that if God commands us to do something and we do not do it, we do sin against the Lord. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യാത്തവന് അത് പാപം തന്നെ. In the book of James chapter 4 verse 17, therefore to him who knows to do good and does not do it, to him it is sin. പക്ഷേ ഇത്തരം പാപത്തിൽ നാം ഏർപ്പെടുന്നത് കൊണ്ട് ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു ചിന്ത നമുക്ക് വേണ്ട.
we should not think that if we do not pray that God is going to desert us or is going to forsake us. തീർച്ചയായും അത് അവനെ നമ്മിൽ നിന്ന് അകറ്റുകയില്ല എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ഹൃദയത്തിനത് ദുഃഖമുളവാകുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതിനും സംശയമില്ല. But it is no doubt that it is something that grieves the heart of a God. തീർച്ചയായും അതുമൂലം നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ അളവ് കുറയും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. And there is no doubt that the measure of blessing that God wants to give us would be reduced if we sin in പ്രാർത്ഥന that. എന്നത് വീണ്ടും ജനിച്ചൊരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രാണവായുവായിട്ടാണ് ഇരിക്കുന്നത്. Prayer is the very breath of someone who has been redeemed by God. അതിനെ നാം അവഗണിക്കുകയാണെങ്കിൽ പ്രാണവായു ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും നാം ജീവനറ്റ അവസ്ഥയിലേക്കായി തീരുവാനും ഇടയുണ്ടാകും. And the reason I say that is because if you do not use it, just like you would die if you do not breathe, if you do not pray, your spiritual life would. അത് നമ്മെ തീർച്ചയായും പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് And that will lead us to failure. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. And it is that of utmost importance in the life of a believer. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല, അതൊരു സുപ്രീം ഇമ്പോർട്ടൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. And I would even go to the extent of saying that it is perhaps the most important thing in the life of a believer. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ അതോടുള്ള ബന്ധത്തിൽ പ്രകാരം പറയുകയുണ്ടായി, രേഖപ്പെടുത്തി. Spurgeon, who is often referred to as the prince of preachers, says like this in this regard. പ്രാർത്ഥനയുടെ ഹൃദയം എന്നത് ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതായത് ദി ഹാർട്ട് ഓഫ് പ്രെയർ ഈസ് ദി പ്രെയർ ഓഫ് ഹാർട്ട്. The heart of the prayer is the prayer of the heart. അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്നർത്ഥം. What he means is that the prayer that springs from the depths of our heart is the true prayer. ഒരുപക്ഷേ നമ്മിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ നാം ഉദ്ദേശിക്കുന്ന പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് നാം പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം നമുക്ക് വാചാലമായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൊണ്ടും പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ട്. Many times we do not pray because we think that we do not have the right words to express our prayer. അതെ, eloquent. We don't have the right and the eloquent words to express the matter of our heart in prayer. തീർച്ചയായും ദൈവം നമ്മളിൽ നിന്ന് വാക്ചാതുര്യമല്ല പ്രതീക്ഷിക്കുന്നത്. But God is not looking at the eloquence of a word when we pray to Him. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ അവകാശമാണ് പ്രാർത്ഥന എന്നുള്ളത്. It is one of the greatest privileges of a child of God to pray. സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടിതാവായ മഹാനായ ദൈവത്തോട് നാം സംസാരിക്കുന്നതിനുള്ള അവസരമാണ് പ്രാർത്ഥന. Prayer is the occasion when we as His children speak to the God who is the God who created the world. അതെ, അവനോട് ബന്ധപ്പെടുവാൻ നമുക്ക് അവൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉപകരണമാണ് പ്രാർത്ഥന. It is a tool with which we grow in our relationship with our God. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടല്ലോ, സുപ്രീം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന് അവർ പറയുന്നുണ്ടല്ലോ. So as we are looking, prayer is of supreme importance in the life of a believer. അതിൻ്റെ ഒന്നാമത്തെ കാരണം തിരുവചനത്തിൽ അത് അധികമായി രേഖപ്പെടുത്തി ഇരിക്കുന്നു എന്നുള്ളതാണ്. And the first reason why I say that it is of supreme importance is because it is revealed so in the word of God. ഒരു ഭക്തൻ ഇതുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയത് ഞാൻ വായിക്കുവാനിടയായി. A servant of God expressed this matter like this. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, പ്രാർത്ഥന എന്ന ആ വിഷയം തിരുവചനത്തിൽ നിന്ന് എടുത്ത് മാറ്റി മറ്റുള്ള വിഷയം മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ അത് അംഗഭംഗം വന്ന ഒരു പുസ്തകമായി അത് മാറുമായിരുന്നു. He said like this, if we were to remove the topic of prayer from the word of God, it would have reduced the beauty of the scripture, the word of God. It will become a mutilated It will become a mutilated book. 2 തിമോത്തി 3:16 വാക്യത്തിലും 2 പത്രോസ് 1:21 വാക്യം കൂടി നമുക്ക് വായിക്കാം. 2 Timothy chapter 3:16. 2 Timothy chapter 3:16, all scripture, 2 Timothy chapter 3:16, all scripture is given by inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness. And 2 പത്രോസ് 1:21. And 2 Peter chapter 1 verse 21. പ്രവചനം Who ഒരിക്കലും through him believe in God, who raised him from the dead and gave him glory, so that your faith and hope are in God. പ്രവചനം അല്ലെങ്കിൽ തിരുവെഴുത്ത് എന്ന് പറയുന്നത് മനുഷ്യനാൽ ദൈവം പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ എഴുതപ്പെട്ട് നമുക്ക് ലഭിച്ചവയാണ്. As we read, the scripture was given by the inspiration of God through His Holy Spirit working in the life of the writers of the അതുകൊണ്ട് scripture. തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നു. And therefore it is of utmost importance.
പ്രാർത്ഥന സുപ്രധാനമായിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്നുള്ളത് അത് നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് എന്നുള്ളതാണ്. And the second reason why prayer is of supreme importance, it is because in the teaching of the Lord Jesus Christ, he stressed it. 4 സുവിശേഷങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. And we see that very clearly in all the 4 Gospels. നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 സുവിശേഷങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന എന്നുള്ള വാക്ക് എടുത്തു മാറ്റിയാലും ലഭിക്കുന്ന പുസ്തകം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ ഉള്ള ഒരു പുസ്തകമായിരിക്കും അത് എന്നുള്ളതിന് യാതൊരു As I was saying earlier, if the topic of prayer, the word prayer is removed from the scripture, it would be a very mutilated and a very sad book for us. കർത്താവ് വീണ്ടും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ ചിന്തനീയമായ കാര്യങ്ങളാണ്. And it is worth to meditate on what our Lord Jesus Christ has to teach on this topic of prayer. തൻ്റെ ശിഷ്യന്മാരെ താൻ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന പല വിധങ്ങൾ ആ പുസ്തകത്തിൽ 4 സുവിശേഷങ്ങളായി നമുക്ക് കാണാം. And the 4 Gospels we see many times when Lord Jesus taught his disciples on this topic of prayer. തീർച്ചയായും അത് നമ്മോടുള്ള ബന്ധത്തിലും വളരെ അന്വർത്ഥമായിരിക്കും. നമുക്ക് വേണ്ടി കൂടി ഉള്ളതാണ് എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. And it was not just for the disciples that it was given, it is applicable as equally and as important for us as well. മത്തായി എഴുതിയ സുവിശേഷം 18-19 വാക്യത്തിലും 21-22 മർക്കോസിൻ്റെ 11-24 യോഹന്നാൻ 14-13-14 ഈ വാക്യങ്ങളെല്ലാം നമുക്കിത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം Matthew 18:19, Matthew 18:19, 21:22, Matthew chapter 21:22, Mark 11:24, Mark 11:24, യോഹന്നാൻ 14-13 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രാധാന്യം നൽകി ദൈവം ഈ വിഷയം തൻ്റെ ശിഷ്യന്മാരുടെ ബന്ധത്തിൽ പല സന്ദർഭങ്ങളിലായി പ്രാർത്ഥനയുടെ ബന്ധത്തിൽ പറയുന്നതായിട്ട്. And John chapter 14:13-14, you will see the importance of the teaching of Lord Jesus Christ on this topic of prayer. ചുരുക്കത്തിൽ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നമുക്ക് മാതൃകയായി ഇരിക്കേണ്ടത് നമ്മുടെ കർത്താവ് തന്നെയാണ്. In short, Lord Jesus Christ is an example to us on how to pray. പ്രാർത്ഥന സുപ്രധാനമായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വിശ്വാസിയുടെ ജീവശ്വാസമായിരിക്കുന്നത് കൂടി ഞാനാണ്. And the second reason why prayer is of supreme importance is that it is for a believer, it is a very breath. ശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നാം ആയിത്തീരുകയാണെങ്കിൽ നാം എപ്രകാരമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. You can imagine if you were to not be able to breathe, what would be your condition? അതുപോലെ തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതമാകുമ്പോൾ അത് ചൈതന്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നാം ആയി പോകാനിടയുണ്ട്. And similarly in a spiritual life, if a believer stops praying or does not pray, that would be the condition of his spiritual life. തീർച്ചയായും പ്രാർത്ഥനാരാഹിത്യം നമ്മൾ സംഭവിച്ചാൽ അത് മരിച്ച ഒരു ശരീരത്തിന് തുല്യമായ അവസ്ഥയിലേക്ക് നാം ആയി പോകും. It would lead to our decay or going down in our spiritual life if we stop praying. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പുതിയ ജീവനാണ്. Christian life is a new life. കർത്താവിനെ നാം സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് അങ്ങനെ ജീവൻ പ്രാപിച്ച് നാം നമ്മുടെ ജീവിതയാത്ര തുടരുകയാണ്. When we accepted our Lord Jesus, he gave us this new life and we started this new life. ആ ജീവൻ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. And if we have to continue and grow in that life, prayer is of supreme importance. പ്രാർത്ഥന നിന്ന് പോയാൽ നാം ജീവനറ്റവരായി തീരും. If you do not pray, then that life will come to a halt, a stagnation. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മത്തായി എഴുതിയ സുവിശേഷം 6 പറയുന്ന കാര്യമാണ്. And one of the most important portions for this is in Matthew chapter 6, verse 6. രഹസ്യ പ്രാർത്ഥന എന്നാണ് അതൊന്ന് വായിച്ച്. Matthew chapter 6, verse 6. But you, when you pray, go into your room, and when you have shut your door, pray to your Father who is in the secret place, that your Father who sees in secret will reward you openly. 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ രഹസ്യ പ്രാർത്ഥന വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് എന്നാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. This verse teaches us that we all should have a prayer life where we would speak and pray to our Father in secret. അതുപോലെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇടപെടാതെ ഉള്ള ഒന്നായിരിക്കണമെന്ന് സങ്കീർത്തനം 55:17 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. And in Psalm 55:17 we see, evening and morning and at noon I'll pray and cry aloud, and he shall hear my voice. It should be unending, a ceaseless prayer. ദാവീദിന്റെ ജീവിതത്തിൽ
താൻ പറയുന്ന കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We know that this psalm is a contemplation of David. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉച്ചയ്ക്കും വൈകുന്നേരത്തും കാലത്തും എല്ലാം സങ്കടം ബോധിപ്പിച്ച് ദൈവത്തോട് പറയുന്ന ഒരവസ്ഥ അവിടെ നമുക്ക് കാണാൻ കഴിയും. And David is through this psalm telling that how when he was through various phases of his life, in evening and morning at noon, he would cry unto the Lord in prayer. അതുപോലെ പ്രാർത്ഥന നമ്മോടുള്ള ബന്ധത്തിലും വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നാം തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. And prayer is something that we ought to do ceaselessly and continuously. എന്നാൽ പ്രാർത്ഥന എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന മറ്റൊരു കാരണം എന്നുള്ളത് അത് ക്രമപ്രകാരം ചെയ്യേണ്ട ഒരു സംഗതി കൂടി ആണ് എന്നുള്ളതാണ്. And another important thing to note about prayer that it should be done in an orderly manner. ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. And we read that in the life of Daniel. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം അതുള്ള ബന്ധത്തിൽ പ്രകാരം വായിക്കുന്നു. അവിടെ ദാനിയേൽ താൻ പതിവായി ചെയ്തു വന്നിരുന്ന പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. Daniel chapter 6 verse 10. Daniel chapter 6 verse 10 we see about Daniel. Daniel chapter 6 verse 10. Now when Daniel knew that the writing was signed, he went home, and in his upper room with windows open toward Jerusalem, he knelt down on his knees 3 times that day and prayed and gave thanks before his God, as was his custom since early days. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നാം പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്. Maybe sometimes in our lives we pray, the duration of prayer increases the more troubled times in our lives when we are going through. തീർച്ചയായിട്ടും പ്രാർത്ഥന ആ സമയത്ത് വളരെ ആവശ്യമാണ് നമുക്കുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. There is no doubt that when we are in the times of trouble in our lives, we go down on our knees to God in prayer for long times. സങ്കീർത്തനം 50-ന്റെ 15-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. We see that in Psalm 50 verse 5, gather my saints together to me, those who have made a covenant with me by sacrifice. 15. Verse 15. Call upon me in the day of trouble, I will deliver you and you shall glorify me. തീർച്ചയായിട്ടും ആ സന്ദർഭത്തിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. Here is the promise of God that when we call upon him in the day of our trouble, he will deliver us. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല നാം പ്രാർത്ഥന ചെയ്യേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ സമയങ്ങളിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. So but the word of God doesn't teach that it is only during the day of our trouble that we should pray. എന്നാൽ അത് നാം ഇടപെടാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. But the word of God reminds us, as we were looking earlier, that it is something that we ought to do continuously in our life. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. We see that in the book of 1 Thessalonians chapter 5 verse 17. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ് നാം അവിടെ വായിക്കുന്നത്. 1 Thessalonians chapter 5 verse 17. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, pray without ceasing. മറ്റൊന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നേരത്തെ ഓർത്തതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പദവിയാണ്, പ്രിവിലേജാണ് പ്രെയർ എന്നുള്ളത്. And as I was reminding earlier, to pray is one of the greatest privileges of a believer. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എന്നുള്ളത് ലോകത്തിൽ അനേകർക്ക് ലഭിക്കാതിരിക്കുന്ന വലിയൊരു മഹാപദവി തന്നെയാണ്. And it is a privilege that is not accorded to many of the people of this world. ഏത് സമയത്തും നമുക്ക് സമയത്ത് കഴിഞ്ഞ് നമ്മുടെ ദൈവത്തോട് അടുത്തെല്ലുവാനുള്ള ഒരു പ്രിവിലേജാണ് അത്. And prayer is a privilege that gives us the confidence to come into the presence of God any time of the day. അതുകൊണ്ട് നാം ഈ പ്രിവിലേജ് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ബന്ധത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. And it is of importance that we ought to exercise that privilege. നമുക്കിത് പരമാവധി പ്രയോജനപ്പെടുത്താം. Let us use that to its fullest extent. തടസ്സങ്ങൾ പലവിധം അതിൻ്റെ മധ്യേ വരാം, സാത്താൻ അത് കൊണ്ടുവരും തീർച്ചയായും. എന്നാലും നാം ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമുക്കവയെ നേരിട്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ പ്രാർത്ഥന. There is no doubt that Satan will bring hindrances in our prayer life, but let us pray that by grace of God we will be able to overcome those. തീർച്ചയായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല ആയുധം നാം തക്കത്തിൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. And God has given us this also as a weapon to use against Satan. തീർച്ചയായും അത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി പോകും, യൂസ് അല്ലാതെ പോകും. But if you do not use it and you just lies, it will not be very useful. നമുക്കറിയാം, തിരുവചനത്തിൽ നമ്മുടെ കർത്താവിന് ഇത് എത്ര വലിയ ആവശ്യമായ ഒരു സംഗതി ആയിരുന്നുവെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്നും കർത്താവിനുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ കഴിയും. And for our Lord Jesus Christ, we can understand about how prayer was important to him. We can read in the pages of the scripture. നമ്മുടെ കർത്താവിന് അത് എത്ര ആവശ്യമായിരുന്നുവെങ്കിൽ നമ്മളുള്ള ബന്ധത്തിൽ എത്രയോ അധികം ആവശ്യമായിരിക്കുന്നു. So if it was of so much of importance to our Lord Jesus Christ, how much more it should be for us.
നാം നമ്മെ സ്നേഹിക്കുന്നവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിന്, അവരോടടുത്ത് സമയം ചെലവഴിക്കുന്നതിന് നാം പലപ്പോഴും ശ്രമിക്കാറുണ്ടല്ലോ. If we love someone, we try to spend more and more time with them. തീർച്ചയായും അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഒരു കഴിവ് പ്രാപ്തിയാണത്. That is a human desire that we want to spend more time with those whom we love dearly. എന്നാൽ നാം ദൈവത്തെ അപ്രകാരം സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ദൈവത്തോടടുത്ത് ഇരിക്കുന്നതിനോ അവനോട് സംസാരിക്കുന്നതിനും നാം സമയം കണ്ടെത്തും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. There is no doubt that if we have the same love for our Lord, we would also try to find time to come into His presence in prayer to converse with Him. തീർച്ചയായും നാം എല്ലാവരും ദൈവത്തെ അത്യധികം സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. There is no doubt that we all do love our Lord. ഈ വരുന്ന നാളുകളിൽ ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ള അവസ്ഥ ദൈവം നമ്മൾ സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. And it is my prayer that in the coming days God may help create situation in our lives that we could come closer to Him. നമുക്ക് ലഭിച്ച ഈ ചിന്തകൾ നമ്മെ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് ഞാൻ And it is my prayer that the thoughts that we have with us this morning may lead us to come closer to our Lord God in prayer. നാം ഓർക്കുകയുണ്ടായി പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവശ്വാസമാണ്. As we are remembering, prayer is like the very breath in our lives. അത് നിന്നുപോയാൽ നമ്മൾ വെറും ചലനമറ്റവരായി തീരും, ശക്തിയില്ലാത്തവരായി തീരും, ബലഹീനരായി തീരും എന്ന് നാം ഓർക്കുകയുണ്ടായി. And if we do not exercise that, we will become weak, we will become useless for God. പ്രാർത്ഥന എന്നത് നമ്മുടെ കർത്താവിന് വലിയ ആവശ്യമായ ഒരു കാര്യമായിരിക്കുമ്പോൾ തന്നെ നമുക്കത് എത്രയോ ആവശ്യമായ ഒന്നാണ് എന്നുള്ളതും ചിന്തിക്കുകയുണ്ടായി. And we also remembered how it is of supreme importance for us as believers and how it is a privilege also to us. നമുക്ക് ഈ സമയങ്ങളിൽ, ഈ നാളുകളിൽ നാം നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. May God help us that the prayer requests that are shared to us in various medium, we may be able to set apart time to pray for those matters. പലപ്പോഴും നമുക്കതിന് കഴിയാത്തൊരവസ്ഥ നമ്മിൽ തന്നെ സംജാതമാകുന്ന അവസ്ഥയുണ്ട്. And many times we are not able to find the time to come into the presence of God and pray for all those matters that are shared. ഈ പറയുന്ന ഞാനും ഇതുള്ള ബന്ധത്തിൽ വളരെ പരാജിതനാണ്. And I'm not excluding myself, I include myself in the list of those who fall short in this matter. ഈ നാടുകളിൽ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ വളരെയാണ്. Because we live in a time when we are facing more and more difficulties in our life. സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പലവിധ പ്രതികൂല സാഹചര്യങ്ങൾ കൂടിയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. We are going through a time when the work of the gospel is facing more hindrances, more difficulties. അവിടെയെല്ലാം അവയെ അതിജീവിക്കുന്നതിന് നമുക്ക് തീർച്ചയായും ഈ ഉപകരണം പ്രയോജനപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. And if you have to overcome those, prayer is one of the tools that God has given us for that. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല ഉപകരണം തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. May God help us to use this wonderful tool and weapon that God has given us in the right way. ദൈവമായ കർത്താവ് അതിനെ നമ്മെ അവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയുടെ വാക്കുകൾ ചുരുക്കുന്നു. I conclude with these thoughts. Thank you. മലയാളം പാട്ട് കൊടുത്തത് ഒരു പാട്ട് പാടാം. 769 മലയാളം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒരു ഘോഷണ തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ നാം എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ദൈവത്തിൻ ദൃഷ്ടിയിൽ നാം ഒരു ഘോഷണ തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടി
ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പദാന്തി ഒരുമിച്ച് ആയിരിക്കാനും ആശംസ ദിവസം ആദ്യപിതാക്കന്മാർ അങ്ങേ ആരാധപ്രകാരം ആത്മാവിനും സത്യത്തിലും വിശുദ്ധ നിർമ്മലും ആരാധിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് കർത്താവെ ഞങ്ങളെ നയിച്ച കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ ദൈവമില്ലാതെ കർത്താവെ ഈ ലോകത്തിൽ മരിച്ചവരായി ജീവിച്ച കർത്താവിനെ വർഷങ്ങൾക്കധികമുണ്ടായിരുന്നു. ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കർത്താവ് രക്ഷയുടെ നിർണയമില്ലാതെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ച് ജീവിച്ച ആ വർഷങ്ങൾ ഞങ്ങൾ ഓർത്തു പോവുകയാണ്. എന്നാൽ പിതാവെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങളെ വാടി പിടിച്ചു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നിരുവാൻ കർത്താവെ ഞങ്ങൾക്ക് സൗഭാഗ്യം തന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഇന്ന് പൽക്കാലം കർത്താവെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുവാനും കർത്താവിന് വേണ്ടി കൊടുക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിപ്പാനും ഞങ്ങളുടെ പിതാവ് കർത്താവിന് വയസ്സൊന്ന് കർത്താവിൻ്റെ ദാസിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച നല്ല വചനത്തിനായിട്ടും നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ കർത്താവെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇന്ന് പൽക്കാലം വളരെ കർത്താവെ വിസ്തൃതമായി ഞങ്ങളെ കേൾപ്പിച്ച ചിന്തകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ശ്രേഷ്ഠത എന്താണെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ ആ ശ്രേഷ്ഠതയും അതുമാത്രമല്ല പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് പാപം ചെയ്യുന്നു എന്ന് കർത്താവിനെ കൂടി കേൾപ്പിച്ചു കൊടുത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമക്കളായിരിക്കെ പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്ന, പലപ്പോഴും കർത്താവെ ഞങ്ങൾ ചെയ്യാതിരിക്കുന്ന, പലപ്പോഴും അലസത കാണിക്കുന്ന കർത്താവെ ഒരു പ്രത്യേക കാര്യമായിട്ട് അത് ശേഷിക്കുന്നു എന്ന കർത്താവിനെ കൂടി ഞങ്ങൾ കേൾപ്പിച്ചു തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെ പ്രിയപ്പെട്ടവർ പല വിഷയങ്ങളും ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തരികയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ വെറും ഒരു പ്രാർത്ഥനാ ചിഹ്നം കാണിച്ച് മാറിപ്പോകുന്നവരാണോ എന്ന് പരിശോധിപ്പാൻ ഇന്ന് പൽക്കാലം കർത്താവ് ഞങ്ങളെ സഹായിച്ചു ഓർത്ത് നന്ദിയോടെ. ഞങ്ങൾ വെറും കർത്താവെ നടിക്കുന്നവരായിട്ടല്ല, പ്രത്യുത യഥാർത്ഥമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സഹോദരന്മാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് പ്രത്യേകാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഭാരം അനുഭവിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രോഗശൈലിയിലായിരിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവെ ക്ലേശം അനുഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കൂടുതൽ സമയം കർത്താവിന്റെ ചിലവഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആവശ്യങ്ങളുമായി സ്വത്വത്തോടെ കടന്നിരുവാൻ ഞങ്ങൾ ഇടിയാക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ കർത്താവെ ഞങ്ങൾ ചത്തവരാണ് എന്നതും ഇന്ന് പൽക്കാലം ഞങ്ങൾ കേൾപ്പിച്ചു തോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ ഞങ്ങൾ ജീവനുള്ളവരായി, ജീവനുള്ള ദൈവങ്ങളായി, കർത്താവിന് വേണ്ടി ജീവനുള്ള
കർത്താവ് ശുശ്രൂഷക്കാരായി ഞങ്ങളെ ശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു കാരണവശാലും പുറകോട്ട് പോകാതെ ഞങ്ങൾ ലഭിക്കുന്ന സമയം കൂടുതൽ ദിവസം ചിലവഴിക്കാനും നിങ്ങളെ സഹായിക്കും. കർത്താവ് അതിനെ കൂടുതലായിട്ട് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആകരിപ്പാൻ, അയവിറക്കുവാൻ കർത്താവെ നാളുകളിൽ ഞങ്ങളെ സഹായിക്കുന്നു. അതുമാത്രമല്ല കർത്താവിന്റെ വചനം അതേ ശക്തിയോടെ, അതേ കർത്താവ് ബലത്തോടെ ഞങ്ങളിലേക്ക് കർത്താവ് പകർന്നു തന്നു. ആ ബലത്തോടെ കർത്താവ് അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉള്ള കർത്താവ് ഒരു വലിയ ഉത്തരവാദിത്വം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ചിലവഴിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം, ചിലവ് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. പ്രതികാലം കർത്താവ് ഈ മാസാവസാനം കർത്താവിന്റെ വചനമായി കർത്താവെ കടന്നു പോകുന്ന കർത്താവിന്റെ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ആ പ്രത്യേക ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ട ചില മണിക്കൂറിൽ ചിലവഴിപ്പാൻ കർത്താവിന്റെ മക്കളെ സഹായിക്കണം. യാത്രയിൽ മടക്കി യാത്രയിൽ കർത്താവിന്റെ കൃപയുണ്ടാകണം. കടന്നു പോകുന്ന ആ സഭയ്ക്ക് അതൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കൽപ്പിച്ച വചനത്തിനായി വീണ്ടും സ്തോത്രം. കർത്താവിന്റെ ദാസിനെ കർത്താവ് ബലപ്പെടുത്തി ഓർത്തും ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവിനെ ജീവിപ്പാൻ, ഭയപ്പെടുവാൻ, ഓടുവാൻ, ഓട്ടം തീർപ്പാൻ നിങ്ങളെ സഹായിക്കും. ചില ദിവസം ഞങ്ങൾ പൂർണ്ണമായി തരുന്നു. കർത്താവിന് ശേഷം നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. നിങ്ങളുടെ സന്ദർശനവും യൂത്ത് മീറ്റിങ്ങും സൗരന്മാരുടെ മീറ്റിങ്ങും സൗരന്മാരുടെ കൂടിവരവും അതിനുശേഷം നടക്കുവാനിരിക്കുന്ന മീറ്റിംഗ് ഒക്കെയും അനുഗ്രഹമായിരിക്കാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങൾ കർത്താവെ ചിന്തിക്കുന്ന മേഖലകൾ, ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് ഒരു കാരണവശാലും കർത്താവെ ഒരു ഡിബേറ്റ്സിന് കാരണമായി തീരാതെ വളരെ സന്മനസ്സോടെ, വളരെ സൗമ്യതയോടെ, വിനയത്തോടെ, ദൈവമക്കളെന്നുള്ള ആ ചിന്തയോടെ, ഞങ്ങൾ ആത്മീയരെന്നുള്ള ആ കർത്താവെ ചിന്തയോടെ ഞങ്ങൾക്ക് മുന്നേറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു. പിതാവേ കേൾക്കുവാനാണ്.